FCRA വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ഇത് വലിയ തോതിൽ അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കണക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഇത്തരം സംഘടനകളെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇപ്പോൾ നല്ല ആശങ്ക പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവ മേധാവികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കയൊന്നും ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഒരു ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തിയല്ലേ പോകേണ്ടത്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രത്യേകമായൊരു ശത്രുതയോടെ സമീപിക്കുന്ന നില ഗുണകരമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് അതാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS അംഗീകരിച്ച നയമുണ്ട്. ആ നയമനുസരിച്ച് 3 ആഭ്യന്തര ശത്രുക്കളാണ് അവർക്ക്. ആ 3-ൽ 2 മുസ്ലിമും ക്രിസ്ത്യനുമാണ്, അതായത് ന്യൂനപക്ഷമാണ്. ഇത് പരസ്യമായി പറഞ്ഞവരാണ് അവർ, രഹസ്യമല്ല. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. അപ്പോൾ അത്തരം വിഭാഗങ്ങളെ എങ്ങനെയൊക്കെ അപായപ്പെടുത്താൻ പറ്റും, ഇതാണ് സ്വാഭാവികമായി RSSും സംഘപരിവാറും ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമെന്ന് നോക്കാൻ ചില മാരീച വേഷക്കാർ ഇറങ്ങാറുണ്ട്. ചില ഘട്ടത്തിൽ കേക്കൊക്കെ ആയിട്ട് അരമനയിൽ പോകാറുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില ഭിക്ഷാന്തേഹികൾ അവരുടെ കൂട്ടത്തിൽ ചെന്ന് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ പുരോഹിതന്മാരെ കുറിച്ചൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടാകുക. അത് BJPയെ അല്ലെങ്കിൽ RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അവരെത്തിപ്പെട്ട ക്യാമ്പിൽ നിന്ന് അവരുടെ കൂറ് വ്യക്തമാക്കാൻ തങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളെ ആകെ തള്ളിപ്പറയാൻ തയ്യാറാവുകയാണ്. ഈ രീതിയിലല്ലെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയും ഇതിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നത്. അതൊക്കെ ശരിയായ രീതിയിൽ ജനങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം മതനിരപേക്ഷതയ്ക്ക് ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്. മതനിരപേക്ഷതയ്ക്കെതിരെ ഉയരുന്ന വെല്ലുവിളി ശരിയായ രീതിയിൽ നേരിട്ടുകൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിർത്താൻ തോന്നും. നിങ്ങൾ കാണേണ്ടത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളല്ല ഞാനിപ്പോൾ. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പായതോടുകൂടി അതിൻ്റെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ എന്താണ് പരാതി എന്നൊക്കെയുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിച്ചു അങ്ങനെയാണെന്നുള്ളത്. ഏതായാലും ആ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വേറെ പരാതിയൊന്നും വന്നിട്ടില്ല. ആ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ല നിലക്ക് തന്നെ നടപടികൾ നീങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയില്ല.